ജമ്മു കശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം അധികാരം പിടിക്കുമെന്ന് ലോക് പോൾ സർവേ. ഇന്ത്യ സഖ്യം 47 മുതൽ 51 സീറ്റ് വരെ നേടുമെന്നാണ് പ്രവചനം. അതേസമയം കോൺഗ്രസ്, നാഷണൽ കോൺഫറൻസ് പാർട്ടികൾ അടങ്ങുന്ന ഇന്ത്യ സഖ്യത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണ് സർവേ ഫലം. ബിജെപി 22 മുതൽ 25 സീറ്റിൽ ഒതുങ്ങുമെന്നാണ് സർവേയിൽ പറയുന്നത്. മുൻ വർഷങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ ബിജെപിയുടെ സീറ്റിൽ വൻ വർധനവുണ്ടാകുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. അതേസമയം PDP 5 മുതൽ 9 സീറ്റുകൾ വരെ നേടുമെന്നാണ് സർവേയിൽ പറയുന്നത്. മറ്റുള്ളവർ 7 മുതൽ 11 സീറ്റുകൾ വരെ നേടുമെന്നും ലോക് പോൾ സർവേ പ്രവചിക്കുന്നു. ഇന്ത്യ സഖ്യത്തിന് 39 മുതൽ 41% വരെ വോട്ട് ലഭിക്കും. ബിജെപിക്ക് 26 മുതൽ 29% വരെയാണ് ലഭിക്കുക. PDPക്ക് 16 മുതൽ 18% വോട്ടും ലഭിക്കും. കശ്മീരിൽ ഇത്തവണ വിവിധ പാർട്ടികളും മുന്നണികളും ചേർന്ന് കടുത്ത മത്സരമാണ് നടക്കുന്നതെന്ന് സർവേ സൂചിപ്പിക്കുന്നുണ്ട്. എഞ്ചിനീയർ റഷീദിന് ഇടക്കാല ജാമ്യം കിട്ടിയതോടെ മത്സരം അതിശക്തമായിരിക്കുകയാണ്. കശ്മീർ രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായി കരുത്തനാണ് റഷീദ്. എന്നാൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത് വലിയ ആരോപണങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ബിജെപിയുടെ സഖ്യകക്ഷിയാണ് എഞ്ചിനീയർ റഷീദ് എന്ന വിമർശനവുമുണ്ട്. ചെറു പാർട്ടികളായ അപ്നി പാർട്ടിയും പീപ്പിൾസ് കോൺഫറൻസും നേരത്തെ തന്നെ ബിജെപിയുടെ സുഹൃത്തുക്കൾ എന്ന പേര് ചാർത്തിക്കിട്ടിയവരാണ്. അതുകൊണ്ട് ഇവർക്ക് വലിയ സ്വാധീനവും തിരഞ്ഞെടുപ്പിലില്ല. എഞ്ചിനീയർ റഷീദിനും ഈ പ്രചരണം തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. അതേസമയം ജമ്മു കാശ്മീരിലെ ഏറ്റവും വലിയ പ്രശ്നം സംസ്ഥാന പദവിയാണെന്നാണ് ലോക് പോൾ സർവേ പറയുന്നത്. ജമ്മുവിലും കശ്മീരിലും ഒരുപോലെ ഇത് പ്രശ്നമാണ്. പ്രാദേശിക പ്രതിനിധികൾ കാര്യങ്ങൾ പറയാൻ ഇല്ല എന്നതിൽ കടുത്ത അതൃപ്തികൾ ജനങ്ങൾക്കുണ്ട്. ലഫ്റ്റനന്റ് ഗവർണറുടെ ഭരണം വളരെ മോശമെന്നാണ് ജനങ്ങൾ അഭിപ്രായപ്പെട്ടത്. സംസ്ഥാന പദവി നൽകുന്നതിൽ ബിജെപി പരാജയപ്പെട്ടത് സംസ്ഥാനത്താകെ ബിജെപി വിരുദ്ധ വികാരം രൂപപ്പെടാൻ കാരണമായിട്ടുണ്ടെന്നും സർവേയിൽ പറയുന്നുണ്ട്. ബിജെപിയുടെ ലഫ്റ്റനന്റ് ഗവർണർ ഭരണത്തിലെ പരാജയം നേട്ടമാകുക ഇന്ത്യ സഖ്യത്തിനാകുമെന്നും സർവേ പറയുന്നുണ്ട്. കശ്മീരിൽ ഏറ്റവും വലിയ പാർട്ടി നാഷണൽ കോൺഫറൻസ് ആകും. ജമ്മു ബിജെപി തന്നെ മുന്നിലെത്തുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആർട്ടിക്കിൾ 370 ബിജെപി റദ്ദാക്കിയത് അവർക്ക് നൽകിയത് വൻ തിരിച്ചടി തന്നെയാകാം. അതാകാം ഇന്ത്യ സഖ്യത്തിന് വിജയം സർവേ ഫലത്തിൽ കാണിക്കുന്നത്. ഏതായാലും ജമ്മു കശ്മീർ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുമെന്ന് നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫാറൂഖ് അബ്ദുള്ള ആണയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുന്നത് ജനങ്ങളുടെ ആവശ്യമാണ്. കശ്മീരിന്റെ പ്രത്യേക അധികാരം തീർച്ചയായും തിരിച്ചു കൊണ്ടുവരും. വർഷങ്ങൾ അതിനായി എടുക്കുമെന്ന് അറിയാം. എത്ര വർഷമെടുത്താലും പ്രത്യേക നിയമം കൊണ്ടുവരുമെന്നും ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞിരുന്നു. നേരത്തെ ബിജെപിയുള്ള കാലത്തോളം ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുക അസാധ്യമായ കാര്യമാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു. ഇതിനുള്ള മറുപടി കൂടിയാണ് ഫാറൂഖ് അബ്ദുള്ള നൽകിയിരിക്കുന്നത്. ബിജെപി എത്ര വർഷമെടുത്താണ് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ ആ പ്രത്യേകാധികാരം പുനഃസ്ഥാപിക്കാനും ഞങ്ങൾക്ക് വർഷങ്ങൾ വേണ്ടിവരും. പക്ഷേ തീർച്ചയായും ഞങ്ങൾ അത് പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. ഇത് ജമ്മു കശ്മീരിലെ മൊത്തം ജനങ്ങളുടെ ശബ്ദമാണ്. ഇത് ജനങ്ങളുടെ ശബ്ദമാണെന്നും ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു.